എനിക്കൊന്നും നിന്നെ പേടിയില്ല. ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ വന്ന് പിടിക്ക്. റെഡിയായിട്ട് നിന്നോ, ഞാനിതാ എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ റെഡിയാണ്. വലിച്ചോ. അത് ഭൂതല്ലേ, ഭൂതത്തിന്റെ രൂപത്തിൽ മനുഷ്യനാ. ചിലപ്പോ അത് ഏലിയൻസ് ആയിരിക്കും. ഏലിയൻസിന് പരിക്ക് പറ്റിയാലും അതിങ്ങനെ ശബ്ദം ഉണ്ടാക്കും. ഒന്ന് മതിയാക്കിയോടി. ഇപ്പൊ നോക്കിയാലും പേടിപ്പിക്കാനുള്ള വഴി കണ്ടുപിടിച്ചോണ്ടിരിക്ക. നീ ശരിക്കുള്ളതല്ല, നീ വ്യാജമാണ്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ വന്ന് പിടിക്ക്. എന്റെ അടുത്തുനിന്ന് നീ എങ്ങനെ രക്ഷപ്പെട്ടു പോകും കുടി? ബാറ്ററി തീർന്നാണോ തോന്നുന്നു. എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ. ഈ കുട്ടികൾക്ക് ഭൂതമെന്ന് വെച്ച പേടിയില്ലെന്ന് തോന്നുന്നു. ധൈര്യം തന്നെ. എത്രയും പെട്ടെന്ന് ബോസിനെ അറിയിക്കണം. ആ ഭൂതങ്ങളെ വെട്ടിച്ച് ഇന്ന് നമ്മൾ ജയിച്ചു. പക്ഷെ അവര് വീണ്ടും വരും. ഇനി നമ്മൾ മുൻകരുതലോടെ അവരെ ഏറ്റുമുട്ടണം. ഞാൻ ബോഡി മാത്രമല്ല ബിൽഡിംഗും ചെയ്യുന്നവനാണ്. പക്ഷെ നിങ്ങളെ കൊണ്ട് ഒരു ചുക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു കുട്ടിയെ പേടിപ്പിക്കാൻ പറ്റില്ലല്ലോ. നാണക്കേട് തോന്നുന്നു എനിക്ക്. ഈ ചൂലും കൊണ്ട് നടക്കുന്നവളല്ലേ, ഒരു ചൂലും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. ബോസേ, ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് ശ്രമിച്ചതാ. പക്ഷെ ആ കുട്ടി പേടിക്കുന്നില്ല. ഞങ്ങൾ എന്താ ചെയ്യാ? അവനെ പേടിപ്പിച്ചേ പറ്റൂ. അഥവാ അവൻ പേടിച്ചില്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് ഓടിപ്പോയവരൊക്കെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ആ കുട്ടിയുടെ കഥ ഇന്ന് രാത്രി കൊണ്ട് അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ ഈ വേദാ നഗരത്തിൽ ഡ്രീം സിറ്റി ആക്കുന്ന എന്റെ ഈ സ്വപ്നം വെറും കുമിളകളായി മാറിപ്പോകും. ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? ഇന്നലെ രാത്രിയോ? ഇന്നലെ രാത്രി ഞാൻ ആ ഭൂതത്തിനെ ശരിക്കിട്ടൊന്നും വരട്ടിയില്ല. അതിനെ കുറിച്ച് എന്നോട് കൂടുതൽ ചോദിക്കേണ്ട കാര്യമില്ല. പെടറാം, ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഒരു ഭയങ്കര ഭൂതം ഒരു ചൂലിന്റെ മീതെ പറന്നിട്ട് വന്നു. എന്നിട്ട് സാറിന്റെ പാന്റ് പെടറാം, ഒന്ന് മതിയാക്ക്. നീ എപ്പോ നോക്കിയാലും വെറുതെ ഓരോ മണ്ടത്തരം വിളിച്ചു പറയും. യെസ്, ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഒരു ഭൂതം കുതിരയിൽ വന്നു. അതിനോടൊപ്പം വേറൊരു ഭൂതം ഒരു ചൂലിന്റെ മീതെ പറന്നു വന്നു ഞങ്ങളെ പേടിപ്പിക്കാൻ. ഈ രണ്ട് ഭൂതങ്ങളെ കണ്ടപ്പോ ഞാൻ വെറുതെ ഇരിക്കോ, എനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ഞാൻ അപ്പൊ തന്നെ അവരോട് പറഞ്ഞു, മര്യാദക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് സ്റ്റാൻഡ് വിട്ടോന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ കയ്യിന്റെ ചൂടറിയുന്നു. അവരപ്പൊ ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ രണ്ടാൾക്ക് ഓരോന്നോട് കൊടുത്തു. അപ്പൊ തന്നെ ആ രണ്ട് ഭൂതങ്ങളും കാറ്റിലിങ്ങനെ പറക്കാൻ തുടങ്ങിയില്ലേ. എന്റെ തല്ലുകൊണ്ടതും അവര് കിടന്ന് വിറക്കിയായിരുന്നു. സത്യാണോ? പിന്നെ ഞാൻ പറഞ്ഞത് സത്യമല്ലേ, അല്ലാതെ നുണയാണോ? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ, നഗ്ന സത്യമാണ്. പിന്നെന്താ സംഭവിച്ചേ? പിന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ
വിട്ടോ വിട്ടോ. എപ്പ നോക്കിയാലും ഒരു മൈക്കും ക്യാമറ എടുത്തോണ്ട് വരും ഇന്റർവ്യൂ എടുക്കാൻ. നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലേ? പോകുന്നുണ്ടോ? ലഡു സിംഗ് സർ, ഇന്ന് രാത്രി അവർ വീണ്ടും വരും. നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിനെന്താ ശിവ, ഞാൻ എന്തായാലും നിങ്ങളെ സഹായിക്കാം. ഈ വേദ സിറ്റിക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യും. ഇന്ന് രാത്രി നിങ്ങൾ ഭൂതങ്ങളെ ഓടിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ വേദാനഗരം നിങ്ങളുടെ കൂടെ കാണും. ലൈവ് ടെലികാസ്റ്റ് ടിവിയിലും ഉണ്ടാകും. എല്ലാരും അത് കാണുകയും ചെയ്യും. അത് യോടി, നിങ്ങൾ റെഡിയല്ലേ? ആ ഭൂതങ്ങൾ കൂട്ടമായി വരുന്നുണ്ട്. ഞങ്ങൾ റെഡിയാണ്. ലഡു സിംഗ് സർ റെഡിയല്ലേ? അവരെത്തിക്കഴിഞ്ഞു. ഞാൻ അപ്പൊ തന്നെ തയ്യാറായിട്ടിരിക്കുകയാണ്. പക്ഷേ എന്റെ ശരീരം വഴങ്ങുന്നില്ല. എന്റെ ശരീരം കിടന്നിങ്ങനെ കറക്കിയാണ്. ഞാൻ അവരെ അവിടെ എത്തിക്കാം. ഈ ചെറുക്കനെ എന്തുകൊണ്ടാണ് അവ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇവനെ ആരെയും ഒന്നിനും പേടിയില്ല. അതാ ചെറുക്കൻ അവിടെ നിൽക്കുന്നു. ഇന്ന് അവനെ രക്ഷപ്പെട്ടു പോവാൻ സമ്മതിക്കരുത്. ഇത് നമ്മുടെ ശിവയാണല്ലോ. ആദ്യം കള്ളന്മാരായിട്ടായിരുന്നു തല്ലുപിടുത്തം. ദേ ഇപ്പൊ ഭൂതങ്ങളായിട്ടാ തല്ലുപിടിക്കാൻ പോകുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് അവനെ തടയാത്തത്? പക്ഷെ ഈ ഭൂതം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നോക്കിക്കോ, ശിവ അവനെ എങ്ങനെ നേരിടുമെന്ന്. ശരി. എന്റെ പരിധിയിൽ കള്ളനോ? അത് ശരി. അപ്പൊ നീയും ഇവരോടൊപ്പം ഉണ്ടായിരുന്നല്ലേ? ഞാൻ ബോഡി മാത്രമല്ല ബിൽഡിങ്ങും ചെയ്യുന്നവനാണ്. ഇന്ന് ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കും. പിന്നെ ഒരിക്കലും നീ എന്റെ ജോലിയിൽ ഒരു കരടാവില്ല. വ്യാജഭൂതമേ, ഒന്നാ മുഖം കാണിക്ക്. എനിക്കറിയാം നിങ്ങൾ ഭൂതമല്ല എന്ന്. നീ എന്റെ എല്ലാ പ്ലാനുകളും കോഞ്ഞാട്ടയാക്കി. കുട്ടി, ഇന്ന് നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. നോക്കിക്കോ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ഈ നഗരം എന്റേതാണ്. ഇവിടെയുള്ള ആളുകളെയൊക്കെ ഒഴിപ്പിച്ച് ഇവിടം ഒരു വലിയ മോഡേൺ സ്മാർട്ട് സിറ്റി ആക്കാനായിരുന്നു എന്റെ പ്ലാൻ. പക്ഷേ നീ ഒരുത്തൻ അതൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. പകരം ഇന്ന് നിന്നെ ഞാൻ നശിപ്പിക്കുന്നതാണ്.
മതിയായോ? മതിയാക്ക് മതിയാക്ക് മതി. ഇൻസ്പെക്ടർ നോക്കി നിൽക്കാതെ വേഗം ഒന്ന് അറസ്റ്റ് ചെയ്യ്. നമുക്ക് പോകാം. ജയിലിലിരുന്ന് ബോഡി ബിൽഡിംഗ് നടത്താം. ബിൽഡിംഗ് പണിയൊക്കെ നമുക്ക് ജയിലിനകത്തിരുന്ന് പഠിക്കാം. വന്നേ. ശിവ ഉള്ളത് കൊണ്ട് ഇന്ന് ഈ വേദനഗരം രക്ഷപ്പെട്ടിരിക്കുകയാണ്. ശിവ എങ്ങനെയാണ് രക്ഷിച്ചതെന്നത് കാണുവാനായി ഇന്ന് രാത്രി 8:30 നിങ്ങൾ നേരിട്ട് തയ്യാറായിക്കോളൂ.